ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ലെസ് വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. മുൻപൊക്കെ എഗ്ലെസ് കേക്കിൻ്റെ ഓർഡർ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എത്ര തന്നെ ചെയ്താലും അത് സെറ്റായിട്ട് വരില്ലായിരുന്നു. ഒരു തവണ ഒരു മാംഗോ കേക്ക് ഞാൻ 3 വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രി മുഴുവൻ ഇരുന്ന് കേക്ക് ഉണ്ടാക്കലായിരുന്നു. എന്നിട്ട് പോലും അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ വരുമ്പോൾ തന്നെ പറയാറുണ്ട് സ്പഞ്ച് അത്രയ്ക്ക് സെറ്റ് ആവില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല കേട്ടോ. നല്ല അടിപൊളി സ്പഞ്ച് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എഗ്ലെസ് സ്പഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. നല്ല ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് 1/2 kg വെയിറ്റ് വരുന്ന കേക്കിനുള്ള സ്പഞ്ചാണ്. നിങ്ങൾക്ക് 1 kg സ്പഞ്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡബിൾ എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡിൽ ഇത് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ വന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സീവിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മിൽക്കിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു വട്ടം അരിച്ചതിന് ശേഷം നമുക്ക് അവിടെ മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതേ മൈദ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, ചൂടോ തണുപ്പോ പാടില്ല. ഇനി ഇതിലേക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മിൽക്കും അതുപോലെ ഈ ഒരു ഓയിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുറച്ച് മിക്സായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ ഒരുവിധം മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിലേക്ക് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, 1 കപ്പ് മൈദ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒരുമിച്ചിടുന്ന സമയത്ത് പെട്ടെന്ന് അത് കട്ട പിടിച്ചിട്ട് കട്ട അങ്ങോട്ട് പോയി വരില്ല. അപ്പോൾ കുറച്ച് കുറച്ചായി ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാനിതേ ഇവിടെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടിട്ട് തന്നെ അത് ഇങ്ങനെ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതേ മുഴുവൻ മൈദയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വിട്ടുപോയതായിരുന്നു പറയാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി കിട്ടണം കേട്ടോ. ഇനി നമ്മളിത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡല്ലേ, അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്ന അത്രയ്ക്ക് അങ്ങ് ബാറ്റർ ഉണ്ടാവില്ല. അതുമാത്രമല്ല നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്ന അതുപോലെ അങ്ങനെ അങ്ങ് പൊന്തി വരില്ല കേട്ടോ. എഗ്ഗ് വെച്ച് ചെയ്യുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇത് നമ്മളിവിടെ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. സാധാരണ ടൈമിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ വേണം എഗ്ലെസ് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പഞ്ച് തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. ഞാൻ പറഞ്ഞില്ലേ, അധികം നമ്മൾ എഗ്ഗ് വെച്ച് ചെയ്യുന്ന അത്രയ്ക്ക് അങ്ങ് പൊന്തി വരില്ല. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ കേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എഗ്ഗ് ചെയ്യുന്ന അത്രയ്ക്ക് ഹൈറ്റ് കിട്ടില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് തന്നെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്ക് 3 ലെയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് തിൻ ലെയർ ആയിരിക്കും എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെ സ്പഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളവർ എന്താണെങ്കിലും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് കേക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.